Hello everyone. We are Arjay brothers from Dharmara. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും അങ്ങനെ അവിടുത്തെ കുറെ പല ആചാരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. നമ്മുടെ തന്നെ കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. നമ്മൾ എല്ലാവരും ഇതിൽ പങ്കുചേരുന്നവരാണ്. പക്ഷെ എത്ര പേര് കൃത്യമായി ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പങ്കുചേരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ക്രിസ്മസും പാതിരാ കുർബാനയും രണ്ടും ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ. ആ തണുപ്പുള്ള രാത്രിയില് ഉണ്ണി പിറന്നെന്നുള്ള സന്ദേശമൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് വികാരിയച്ഛന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് അത്ര തരക്കേടില്ലാത്തൊരു മയക്കമൊക്കെ നടത്തി നമ്മളെല്ലാരും ഉണ്ണിയും കൊണ്ട് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങും. ബാക്കി ഞാൻ പറയുന്ന വായിച്ച അതാണ് ഉണ്ണീശോയെ തീ കായ്ക്കുന്ന കർമ്മം. അങ്ങനെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലൂടെ പുറത്തിറങ്ങുന്ന വൈദികൻ ദേവാലയത്തിന്റെ മുൻവശത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു ആഴിയുടെ ചുറ്റും 3 പ്രാവശ്യം വലം വെക്കുന്നു. ത്രികോണാകൃതിയിലുള്ള ഈ ആഴി ത്രിത്വിക ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മിശിഹായുടെ ആഗമനത്തെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന മിശിഹായുടെ ദൗത്യത്തെയുമാണ് ഈ കർമ്മം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്രിസ്മസ് അടുത്തെത്തി. അർത്ഥമൊക്കെ മനസ്സിലാക്കി പാതിരാ കുർബാനയൊക്കെ കൂടി ഉണ്ണീശോയെ നമുക്ക് വരവേൽക്കാം. ബൈ.